ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ അപ്ഡേറ്റിൽ എന്തെല്ലാം വന്നേ നോക്കാൻ പോവാണ്. ഓക്കെ, മൈ ടീം എടുത്തു കയറാണ്ട് നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ ഇൻബോക്സിൽ കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫ്രീ ട്രൈ ഉണ്ട്, ആർസണൽ സ്റ്റാൻഡേർഡ് എന്നൊക്കെ കാണുന്നത്. അത് സ്റ്റാൻഡേർഡ് പാക്ക്. നമുക്കപ്പം ആദ്യത്തെ ഉള്ളതൊക്കെ ഉണ്ട്. കോയിൻസ് 970 ഉണ്ട് ഗൈസ്. പക്ഷെ ഞാൻ കൂട്ടി വെക്കാൻ പോവാണ്. ഞാൻ ആരും എടുക്കുന്നില്ല ഇതിൽ, കാരണം ഇതിലെന്തോ എനിക്ക് ഇംഗ്ലണ്ട് പാക്ക് എടുക്കണം തോന്നുന്നില്ല ഇപ്പോൾ. നമ്മളിപ്പം വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒന്ന് ഇറ്റലി പാക്കാണ്. അതിൽ 2 ഫ്രീ ട്രൈ ഉണ്ട്. ഉള്ളത് ബാഗ്യോ, ടോട്ടി, ഡെൽപിയാറോ കിട്ടിയാൽ നൈസായിരിക്കും. ബാക്കി രണ്ടാളെക്കാട്ടി അടിപൊളി കാർഡാണ് ഡെൽപിയാറോൻ്റെ ഇതിലുള്ള. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ട്രൈയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ നമുക്ക് 2 ട്രൈ ഉണ്ട്. ആരെയും കിട്ടുമോ നോക്കട്ടെ ഗൈസ് എന്തായാലും. ഓക്കെ, ഇപ്പം ത്രൂ പാസിംഗ് ഒക്കെ ഉണ്ട്. ഡെൽപിയാറോക്ക് കിട്ടില്ല കാർഡാണ് ഡെൽപിയാറോൻ്റെ. പിന്നെ ഇത് ഡീപ്പ് ലൈൻ ഫോർവേഡ് ആയതുകൊണ്ട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല ഈ കാർഡ് ബാഗ്യോ. പിന്നെ ഇത് ക്ലാസിക് നമ്പർ 10 ടൊട്ടി. അതും മോശം ഉണ്ടാവില്ല, പക്ഷെ കളിക്കാൻ കുറച്ച് പണിയുണ്ടാവും, സാധാരണ പോലെയല്ല. നമുക്ക് എന്തായാലും നോക്കട്ടെ. ഫ്രീ ട്രൈ ഫസ്റ്റ് ട്രൈ ആണ് നമ്മളെ. ഫസ്റ്റ് ട്രൈയിൽ എനിക്ക് ഇതുവരെ ഫ്രീ ട്രൈയിൽ ഒരു കാർഡും കിട്ടിയില്ല. സത്യം പറയാലോ, എനിക്ക് ഈ ഫുട്ബോൾ സ്റ്റാർട്ടിങ് മുതൽ ഇതുവരെ ഫ്രീ ട്രൈയിൽ ഇതുവരെ ഒരു എപ്പിക് കാർഡും അടിച്ചിട്ടില്ല. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. എൻ്റെ ഫ്രണ്ടിന് കഴിഞ്ഞ വീക്കും അടിച്ചു. കഴിഞ്ഞ വീക്കല്ല, ആരും ഈ അടുത്തിപ്പോൾ ഒരു ഫ്രീ ട്രൈ വന്നില്ലേ, അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ അടിച്ചു. അതിന് മുമ്പത്തെ ഫ്രീ ട്രൈയിലും അടിച്ചു. ഇപ്പോൾ സെക്കൻഡ് ട്രൈ ആണ്. എനിക്കറിയാൻ കിട്ടൂലെന്ന്. സോറി ഗൈസ്, മൈക്കിൽ എന്തെങ്കിലും സൗണ്ട് വരുന്നുണ്ട്. സോറി, ഈ മൈക്കിൽ എന്തോ ചെറിയ സീനായിട്ടുണ്ട്, അതാണ്. എന്തായാലും 2 ട്രൈയും കഴിഞ്ഞു, ഒരു കാര്യം ഉണ്ടായില്ല. പിന്നെ നമുക്ക് അടുത്ത സംഭവങ്ങളൊക്കെ നോക്കാം. ഇനി എന്തായാലും ഫ്രീ ട്രൈയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആർസണലിൻ്റെ ഫ്രീ ബൂസ്റ്റർ കാർഡൊക്കെ വന്നിട്ടുണ്ട്. ബൂസ്റ്റർ എപ്പിക്ക് ഫ്രീ ആയിട്ട് കിട്ടും, പക്ഷെ അതിൽ ഒരു പ്ലെയറിനെ നമുക്ക് കിട്ടത്തുള്ളൂ. അതിപ്പോൾ നിങ്ങൾക്ക് ആരുവാണെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക. ഇപ്പോൾ നമ്മൾ നോമിനേറ്റിങ്ങിൽ കിമിച്ച് ഉണ്ട്, പിന്നെ സാക്കയുണ്ട്, ലുക്കാക്കോ ഒക്കെ ഉണ്ട്. ബ്ലൈൻഡ് സെൻറ്റർ ബാക്ക്, ഓർക്കസ്ട്രേറ്റർ ആണ് കിമിച്ച്. ഇപ്പം നമ്മൾ ഇവൻറ്റ്സിൽ എന്തെല്ലാം ഉള്ളത് നോക്കാം. ഇവൻറ്റിൽ AI നമ്മളെ ഫ്രീ ട്രൈ ഉള്ളത്. ഫ്രീ ട്രൈ അല്ല, ഫ്രീ കാർഡ് ഉള്ളത്. അതിലിപ്പം കുറേ വന്നിട്ടുണ്ടല്ലോ, ഇതെല്ലാം കളിച്ച് തീർക്കണമെങ്കിൽ എപ്പോഴും. നോർമൽ ഫ്രീ കാർഡ് ഒന്നുമില്ല. ഫ്രീ ട്രൈ നാഷണൽ ടീമിൻ്റെ, പിന്നെ യുണൈറ്റഡ്, അത് വെറുതെ അല്ലേ. ഇതിലാണ് നമ്മളെ ഫ്രീ ട്രൈ ഉള്ളത്, അല്ല ഫ്രീ കാർഡ് ഉള്ളത്. സോറി, വീണ്ടും തന്നെ പറയുന്നത്. ഇതിൽ ഹവേർട്സ്, ബെൻ വൈറ്റ്, പിന്നെ ജോർജീനിയോ, ഇവർ 3 ആളാണ് ഉള്ളത്. ഹവേർട്സ് ഡീപ്പ് ലൈങ് വിത്ത് ഫെനോമിനൽ ഫിനിഷിംഗ് ആണെന്ന് തോന്നുന്നു. പിന്നെ വിഷനറി പാസ്സുള്ള ജോർജീനിയോ, അങ്ങനെ ആരെല്ലാം ആണുള്ളത്. അപ്പം നമ്മളെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഞാനിതിപ്പം കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം ഇതൊക്കെയാണ് സ്റ്റാറ്റ്സ് വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ ആരോ വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. ഹവേർട്സിനാകുമ്പോൾ നല്ല ഫിനിഷിങ് പ്ലസ് ബോൾ കൺട്രോളും കാര്യങ്ങളും സ്പീഡും ഉണ്ട്. പിന്നെ നമ്മുടെ ജോർജീനിയോ ആണെങ്കിൽ നല്ല ഡിഫെൻസീവ് ആയിരിക്കും. ഒരു ആങ്കർമാൻ്റെ പേര് ഇട്ടാൽ പൊളിയായിരിക്കും സാധനം. അതുപോലെ റൈറ്റ് ബാക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ബാക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും എടുക്കാം. അതൊക്കെ നിങ്ങളിഷ്ടമാണ്. നിങ്ങൾ ഏതാ എടുക്കുമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്ക് കാർഡ്സ് ഇതൊക്കെയാണ്. സാക്ക, വാൻഡിവൻ, ഡിഫെൻസീവ് ഫുൾ ബാക്ക് ലൂയിസ് ഡിയാസ്, പിന്നെ ഷൗമേനി, ആങ്കർമാൻ, അങ്ങനെ കുറച്ച് നല്ല കാർഡ്സൊക്കെയാണ് ഉള്ളത്. ബൂസ്റ്റർ കാർഡ് 3 ഡാനി ഓൾമോ, മാർട്ടീനസ്, സക്ക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കറക്കിയാൽ മതി. പ്രത്യേകിച്ച് അങ്ങനെ കറക്കണം നിർബന്ധമൊന്നുമില്ല, അത്ര വലിയ കാർഡ്സൊന്നുമില്ല. പിന്നെയുള്ളത് സ്പാനിഷ് ലീഗ് എന്ന് പറയുന്ന ഈ ഒരു ബോക്സാണ്. അതിലും എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല. റുഡിഗർ, അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ. ഇനാക്കി വില്യംസ് ഒക്കെ ഉണ്ട്. ഇനാക്കി തന്നെയല്ലേ പേര്? അങ്ങനെ എന്തോ ആണ്. അങ്ങനെ കുറച്ച് 2-3 ആൾക്കാർ മാത്രമേ ഇതിൽ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം, നമുക്ക് നോക്കാം. അതിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റിവ്യൂ ഒക്കെ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് നല്ല എപ്പിക് ബൂസ്റ്റേഴ്സും കാർഡ്സൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അക്കൗണ്ട് റിവ്യൂ ചെയ്യാൻ തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഏതെങ്കിലും നല്ല എപ്പിക് കിട്ടിയാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. താല്പര്യം ഉണ്ടെങ്കിൽ ഞാനത് എന്തായാലും അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചിട്ട് അതെടുത്തിട്ട് കുറച്ച് റിവ്യൂ മാച്ച് കളിച്ചിട്ട് അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഈ വീക്കിലെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഈ വീക്ക് നല്ല ഈ അപ്ഡേറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും തിങ്കളാഴ്ച ലൗട്ടാറോ മാർട്ടീനസും തിയോ ഹെർണാണ്ടസ് പിന്നെ ദിബാലയും ബോക്സ് വരുന്നുണ്ട്. ബൂസ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് ബൂസ്റ്ററാണോ കറക്റ്റ് അറിയില്ല, ആണെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് വെക്കാം. കോയിൻസ് വെറുതെ കറക്കി കളയണ്ട. അയ്യോ, ഇപ്പോൾ പോയേനെ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് വീഡിയോസൊക്കെ ഇടാൻ നോക്കുന്നതായിരിക്കും.
അത്രേ പറയാനുള്ളൂ ഗൈസ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് നെക്സ്റ്റ് വീഡിയോ ബൈ.